BSNL ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് 4Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 എല്ലാ സർക്കിളിലും 4G എത്തിക്കുകയാണ് ലക്ഷ്യം. 2025 തന്നെ BSNL 5G സർവീസും തുടങ്ങുമെന്ന് പറയപ്പെടുന്നു. BSNL ഇപ്പോൾ 5G റെഡിയായ സിം നൽകുന്നുണ്ട്. പഴയ സിം ഉപയോഗിക്കുന്നവർക്ക് ഇതിലേക്ക് ഈസിയായി മാറാവുന്നതാണ്. ഈ സിം 5G റെഡിയാണെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ 4Gയിൽ വർക്ക് ചെയ്യും. വേറൊരു ഗുണം ഇതിൽ വേണമെങ്കിൽ ഇന്റർനാഷണൽ റോമിംഗ് എനേബിൾ ചെയ്യാന്നുള്ളതാണ്. BSNLന്റെ 5G റെഡി സിമ്മിലേക്ക് മാറാൻ അടുത്തുള്ള BSNLന്റെ കസ്റ്റമർ സർവീസ് സെന്ററിൽ ചെല്ലുക. 5G സിം വേണമെന്ന് പറയുക. അപ്പോൾ അവർ ഒരു അപ്ഗ്രേഡ് റിക്വസ്റ്റ് കമ്പ്യൂട്ടറിൽ ഇടും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന നമ്പറിൽ ഒരു SMS വരും. ഇതിലെ 6 അക്കമുള്ള വെരിഫിക്കേഷൻ കോഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് പുതിയ സിമ്മും തരും. വെരിഫിക്കേഷൻ കോഡ് അവർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു SMS നിങ്ങളുടെ ഫോണിൽ കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങളൊരു SMS നിങ്ങളുടെ ഫോണിൽ നിന്ന് 537334 എന്ന നമ്പറിലേക്ക് അയക്കുക. നിങ്ങളുടെ ഫോണിൽ SMS അയക്കാനുള്ള ബാലൻസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ഇതിനുശേഷം നിങ്ങൾക്ക് സിമ്മുമായിട്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് പോകാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് 3 SMS കിട്ടി. ആദ്യത്തേത് ഇതിന് വാങ്ങിയ പൈസ എത്രയാണെന്നുള്ളതാണ്. രണ്ടാമത്തേത് സിം അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. മൂന്നാമത്തെ മെസ്സേജ് പറഞ്ഞത് പഴയ സിമ്മിൽ നെറ്റ്വർക്ക് കാണാതാകുമ്പോൾ പുതിയതിടാനാണ്. ശ്രദ്ധിക്കുക, 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് പുതിയ സിമ്മിൽ SMS അയക്കാൻ പറ്റില്ല. ഞാൻ ഈ മെസ്സേജൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം പുതിയ സിമ്മ് ഫോണിലേക്ക് ഇട്ട്. അപ്പോൾ അത് വർക്കായി. എൻ്റെ വീടിനടുത്ത് BSNLന് 4G കവറേജ് ഉണ്ട്. fast.comൽ 12 Mbps ഡൗൺലോഡ് സ്പീഡും 12 Mbps അപ്ലോഡ് സ്പീഡും കാണിച്ചു. മറ്റ് സ്പീഡ് ടെസ്റ്റ് സൈറ്റുകളും ഡീസൻ്റായ റിപ്പോർട്ടാണ് തന്നത്. പക്ഷേ സ്പീഡിൽ, പ്രത്യേകിച്ചും അപ്ലോഡ് സ്പീഡിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്.